റബ്ബർ കർഷകർക്ക് റെയിൻ ഗാർഡിംഗ് അല്ലെങ്കിൽ പശയും പ്ലാസ്റ്റിക്കും വാങ്ങിയതിന്റെ വിലയുടെ സബ്സിഡിക്കായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. വ്യക്തികൾക്ക് നേരിട്ട് അപേക്ഷിക്കുവാൻ അർഹതയില്ല. ഓരോ RPSനും കീഴിലുള്ള കർഷകർ സംഘടിതമായി അതാത് RPSന്റെ കീഴിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന വിധം ഇവിടെ വിവരിക്കുന്നു. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. RPSന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, RPSന്റെ റിന്യൂവൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, RPSന്റെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, IFSC കോഡും അക്കൗണ്ട് നമ്പരും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇവ കൂടാതെ RPSന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കിയ റിസൊല്യൂഷൻ സർട്ടിഫിക്കറ്റും റെയിൻ ഗാർഡിങ്ങിനായി അപേക്ഷിക്കുന്ന കർഷകരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റും RPSന്റെ ലെറ്റർ ഹെഡിൽ തയ്യാറാക്കി ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. serviceplus/dbt എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ എടുത്ത് അവിടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ നൽകി ലോഗിൻ ID നിർമ്മിക്കുക. ശേഷം ലോഗിൻ ചെയ്ത് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള സ്ക്രീനിൽ അപ്ലൈ ഫോർ സർവീസ് എന്ന ലിങ്കിൽ നിന്നും സെർച്ച് ബാറിൽ റബ്ബർ എന്ന് തിരഞ്ഞു കഴിയുമ്പോൾ ലഭിക്കുന്ന സസ്റ്റൈനബിൾ ആൻഡ് ഇൻസെൻറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റബ്ബർ എന്ന സ്കീം സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് അതാത് RPSന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുക.